നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ജി നായരെ അപമാനിച്ച് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിനു പിന്നാലെ അറസ്റ്റിലായ സർക്കാർ ഉദ്യോഗസ്ഥനായ പവിത്രൻ ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്ന പരാതിയും പ്രതിഷേധവും ഉയരുമ്പോൾ അത് പിൻവലിച്ച് മാപ്പ് പറയുക, ഇതൊക്കെ സ്ഥിരം തൊഴിലാക്കിയ വ്യക്തിയാണ്. 2 ഫേസ്ബുക്ക് ഐഡിയാണ് ഇയാൾക്കുള്ളത്. 2ലും മോശമായ കമന്റുകളിടും. പലരും പരാതി നൽകാത്തതിനാലാണ് ഇയാൾക്കെതിരെ നടപടികളുടെ എണ്ണം കുറഞ്ഞത്. ജോയിന്റ് കൗൺസിൽ ജില്ലാ ഭാരവാഹിയായിരുന്നു പവിത്രൻ. ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നത് പതിവാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് 2 വർഷം മുൻപാണ് ഇയാളെ ഒഴിവാക്കിയത്. തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാർക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ഇട്ടിരുന്നു. വിവിധ സമുദായത്തിൽപ്പെട്ടവരെയാണ് ഇയാൾ അപകീർത്തിപ്പെടുത്തുന്നത്. ജില്ലയിലെ വിവിധ വില്ലേജ് കാര്യാലയങ്ങളിൽ ഓഫീസറായിരുന്ന പവിത്രൻ ഹൊസ്ദുർ താലൂക്ക് ഓഫീസിലാണ് ഡെപ്യൂട്ടി തഹസിൽദാരായി സ്ഥാനക്കയറ്റം ലഭിച്ചെത്തിയത്. 2 വർഷം മുൻപാണ് വെള്ളരിക്കുണ്ടിലേക്ക് സ്ഥലം മാറിയതും. ഇ ചന്ദ്രശേഖരൻ MLA-ക്കെതിരെ പോസ്റ്റിട്ടതിനെ തുടർന്ന് സസ്പെൻഷനിലായ പവിത്രൻ 3 മാസത്തിനു ശേഷമാണ് സർവീസിൽ കയറിയത്. നേതാക്കളെയും സിനിമാ താരങ്ങളെയും ഉദ്യോഗസ്ഥരെയും എല്ലാം ഇയാൾ ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട ജില്ലയിലെ രഞ്ജിത ജി നായർക്കെതിരെ മോശമായ ഭാഷയിൽ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിനെതിരെ മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതിഷേധം അലയടിച്ചത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം സാമുദായിക ഐക്യം തകർക്കുന്നതിനെതിരെയുള്ള 196 വകുപ്പ് ഉൾപ്പെടുത്തിയാണ് ഹൊസ്ദുർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത്. 5 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പാണിത്. BNS 75, 79, 67A വകുപ്പുകളും IT ആക്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ജോലിക്കിടെ എത്തി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴും മദ്യലഹരിയിൽ തന്നെയായിരുന്നു ഈ പവിത്രൻ. നായർ സ്ത്രീ അപമാനിച്ചുവെന്നതല്ല, ഒരു സ്ത്രീയെ അപകീർത്തിപ്പെടുത്തിയതിനാലാണ് പരാതി നൽകിയതെന്ന് പവിത്രനെതിരെ ഹൊസ്ദുർ പോലീസിനെ സമീപിച്ച NSS ഹൊസ്ദുർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരി പറഞ്ഞു. പവിത്രനെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണമെന്ന് വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് TK സുമയ്യയും പറഞ്ഞു. ലോക രാജ്യങ്ങളടക്കം പകച്ച ഈ ദാരുണ സംഭവത്തിലാണ് ജാതിവരിമൂത്ത് ദാരുണമായി കൊല്ലപ്പെട്ട ഒരു സ്ത്രീയെ അവഹേളിച്ച് ഇയാൾ പോസ്റ്റിട്ടത്. ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത്. ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ചു ഇറക്കി. കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു. കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത ഒരാളുടെ അവസരം കളഞ്ഞ് UK-ലേക്ക് പോയതാണ്. ഒന്നും തോന്നുന്നില്ല. എല്ലാവർക്കും ആദരാഞ്ജലികൾ. ഇതിനൊപ്പമായിരുന്നു അശ്ലീല ചുവയോടെ ചില കമന്റുകളും ഇയാളിട്ടത്. പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇയാളെ സസ്പെൻഡ് ചെയ്യുവാൻ ഉത്തരവിട്ടുവെന്ന് റവന്യൂ മന്ത്രി K. രാജൻ അറിയിച്ചിരുന്നു. വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിത ജി നായരെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട വെള്ളരിക്കുണ്ട് താലൂക്കിലെ ജൂനിയർ സൂപ്രണ്ട് A. പവിത്രനെ സസ്പെൻഡ് ചെയ്തു. ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുവാൻ ഉത്തരവിടുകയായിരുന്നു എന്നാണ് മന്ത്രി K. രാജൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളിയായ രഞ്ജിത ജി നായർക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അശ്ലീല പ്രതികരണം നടത്തിയ സർക്കാർ ജീവനക്കാരനാണ് സസ്പെൻഷൻ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെയാണ് നടപടി. പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടുവെന്ന് റവന്യൂ മന്ത്രി K. രാജൻ അറിയിക്കുകയായിരുന്നു. വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിത ജി നായരെ ആക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു K. രാജൻ. ജാതീയമായ പരാമർശങ്ങളും അശ്ലീല പരാമർശങ്ങളും നടത്തിയാണ് ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ രഞ്ജിത്തെ അപമാനിച്ചത്. ജാതീയമായി അധിക്ഷേപിച്ചതുകൊണ്ട് ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഇയാൾ പിന്നീട് അശ്ലീല പരാമർശങ്ങൾ കമന്റുകളായി ഇടുകയായിരുന്നു. വിമാന ദുരന്തത്തിൽ അനുശോചിക്കുന്നുവെന്ന പേരിലാണ് ഇയാൾ പോസ്റ്റുകൾ ഇടുന്നത്. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉയർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധമുയർന്നതോടെയാണ് സർക്കാർ നടപടിയെടുത്തത്. പവിത്രൻ ഓഫീസിലെത്തിയത് മദ്യപിച്ചാണെന്ന് പിന്നീട് തെളിഞ്ഞു. ലൈംഗിക ചുവയുള്ള സംസാരം, അതിക്രമം, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ജാതീയമായി ആക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണിത്. പവിത്രൻ സർവീസിൽ തുടരുവാൻ പ്രാപ്തനല്ലെന്നും കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. പവി ആനന്ദാശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നാണ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലും കമന്റിലും പവിത്രൻ രഞ്ജിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയത്. കമന്റിൽ അശ്ലീലവും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായ വാക്കുകളും ഉണ്ടായിരുന്നു. വിവാദമായതോടെ ഈ പോസ്റ്റ് നീക്കം ചെയ്തു. ജാതീയമായി അധിക്ഷേപിച്ചാണ് പവിത്രൻ ആദ്യം രഞ്ജിതയ്ക്കെതിരെ ഉള്ള ഒരു പോസ്റ്റ് പങ്കുവച്ചത്.
പിന്നാലെ കുറിച്ച കമന്റിൽ അശ്ലീല ചുവയുള്ള വാക്കുകളുമുണ്ടായിരുന്നു. പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ ഒട്ടേറെ പേർ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി തന്നെ പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ഇയാളെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കി. കേരള സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് വിദേശത്തേക്ക് പോയതുകൊണ്ടാണ് അപകടത്തിൽ രഞ്ജിത മരിക്കാനിടയാതെന്നാണ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചൊരു പോസ്റ്റിൽ ഇയാൾ കമന്റ് രേഖപ്പെടുത്തിയത്. രഞ്ജിതയുടെ പടത്തിന് ആദരാഞ്ജലികൾ എന്ന് എഴുതി പങ്കുവച്ച മറ്റൊരു പോസ്റ്റിൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്ത സമയത്ത് കാണിക്കേണ്ട ഒരു തരത്തിലുള്ള മര്യാദയും കാണിക്കാത്ത നടപടിയാണ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിക്കൊണ്ട് ഈ വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചത്. സർക്കാർ ജീവനക്കാർ മാത്രമല്ല ഒരു മലയാളിയും സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശവും ഇടപെടലും നടത്തുവാൻ പാടില്ലെന്നാണ് സർക്കാരിന്റെ അഭിപ്രായമെന്നും മന്ത്രി രാജൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സ്ത്രീകളെ അപമാനിച്ചുവെന്ന പ്രശ്നം മാത്രമല്ല, ഒരു ദുരന്ത മുഹൂർത്തത്തിൽ നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയും കാണിക്കാത്ത വിധത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടി ഇക്കാര്യത്തിലുണ്ടാകും. വിവരമറിഞ്ഞ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക റിപ്പോർട്ട് തേടി ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങളുടെ ഭാഗമായി തുടരന്വേഷണം ഉണ്ടാകും. സസ്പെൻഡ് ചെയ്ത പവിത്രൻ എന്ന ഉദ്യോഗസ്ഥൻ മുൻപും സമാനമായ കാര്യം ചെയ്തിട്ടുണ്ടെന്ന് അറിയുവാൻ കഴിഞ്ഞു. അതിന്റെ വിശദാംശങ്ങളും പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ആദ്യമായാണ് കേരള സർക്കാർ കൃത്യമായി ഒരു നടപടി എടുക്കുന്നതെന്നാണ് കമന്റുകൾ ഉയർന്നത്. ഒരിക്കലും അയാൾക്ക് ആ കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുവാൻ അർഹതയില്ല. ഇങ്ങനെ മനസ്സിൽ ദുഷിച്ച ചിന്താഗതി വെച്ച് പുലർത്തുന്നവർക്ക് ഒരു പാഠമാകട്ടെ. 2 മക്കളെ കരച്ചിൽ കേട്ടിട്ട് ഞാനും കരയുകയായിരുന്നു. രഞ്ജിതയുടെ അതേ പ്രായമാണ് എനിക്കും. ഈ പ്രായത്തുള്ള മക്കളെ വിട്ടിട്ട് ജോലി എടുക്കുവാൻ പോയ സഹോദരി എങ്ങനെയൊക്കെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ തോന്നിയത് പറയുന്ന നികൃഷ്ട ജന്മങ്ങളെ കണ്ടുപിടിച്ച് ഇതുപോലെ ആരാണെന്ന് ജനങ്ങൾക്ക് കാണിക്കണം. ഒരു മെനയുള്ള ജോലിയും ചെയ്യുവാൻ പറ്റാത്ത രീതിയിൽ ഇവന്മാരെ ശിക്ഷിക്കണം. അത് ഇവന്മാർ അർഹിക്കുന്നില്ല. ഇതുപോലുള്ള ആളുകൾക്ക് ഒരു താക്കീതാവട്ടെ. ആദ്യമായി പ്രിയപ്പെട്ട കളക്ടർക്ക് 1000 നന്ദി അറിയിക്കുന്നു. ഇതുപോലെ നീതിക്ക് മുൻപിൽ കണ്ണു തുറക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ ഇതുപോലെ നെറുകേടു കാണിക്കുന്ന പലവരെയും സത്യത്തിന് മുൻപിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ മരണ വാർത്തയിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള നെറുകെട്ടവന്മാരുടെ ആഭാസം. തീർച്ചയായിട്ടും കളക്ടർ ഒരു മാതൃക തന്നെയാണ്. ഇതുപോലെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് ഉടനടി തന്നെ നടപടിയെടുത്താൽ കേരളം ദൈവത്തിന്റെ നാട് തന്നെയാണ്. പ്രിയ സഹോദരിയുടെ ആത്മാവിന് നമുക്ക് ഒരുമിച്ച് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാം. ആ 2 കുട്ടികൾക്കും എല്ലാ വേദനകൾക്കും തരണം ചെയ്യുവാൻ സർവേശ്വരൻ കൂടെ ഉണ്ടാകും. ഈ കേരളവും അവർക്കൊപ്പമാണ്. പ്രിയ സഹോദരിക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമമെന്നാണ് ഒറ്റക്കെട്ടായി കേരളം പറയുന്നത്. വിമാനാപകടത്തിൽപ്പെട്ട് മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ജി നായരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾക്കായി രഞ്ജിതയുടെ സഹോദരൻ രതീഷും അമ്മാവൻ ഉണ്ണികൃഷ്ണനും അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. രഞ്ജിതയുടെ DNA പരിശോധനാ നടപടിക്രമങ്ങൾക്കായാണ് ഇരുവരും അഹമ്മദാബാദിൽ എത്തിയിരിക്കുന്നത്. DNA പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം മാത്രമേ രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ യാത്രാരേഖകളും സാക്ഷ്യപത്രവും കൈമാറിയ ശേഷമാണ് ഇവർ അഹമ്മദാബാദിലേക്ക് യാത്ര തിരിച്ചത്. സർക്കാർ ജോലിയിൽ പുനഃപ്രവേശിക്കുവാനുള്ള അനുമതി ലഭിച്ചതിനെ തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങൾക്കായിട്ടായിരുന്നു ചുരുങ്ങിയ ദിവസത്തെ അവധിക്കായി രഞ്ജിത നാട്ടിലെത്തിയത്. ലണ്ടനിൽ തിരികെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തി സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു രഞ്ജിത തീരുമാനിച്ചത്. ഇതിനിടെയാണ് രഞ്ജിതയെ തേടി ദുരന്തമെത്തിയത്. അതേസമയം രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും കുടുംബത്തിന് നൽകാമെന്നാണ് അഹമ്മദാബാദിലെ കേരള സമാജം പ്രവർത്തകർ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.